കോളിഫ്ലവർ കൊണ്ട് ഒരു അടിപൊളി കറി. ഇതുണ്ടാക്കാൻ ഞാനൊരു കോളിഫ്ലവറിൻ്റെ ചെറിയ കഷ്ണം എടുത്തിട്ടുണ്ട്. ഇത് കഴുകി വൃത്തിയാക്കി ചെറിയ ചെറിയ പീസുകളാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാൻ ഒരു സവാളയും ഒരു തക്കാളിയും 4-5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കഴുകി വൃത്തിയാക്കി ചെറുതായി കട്ട് ചെയ്തെടുക്കണം. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്നാൽ അരിഞ്ഞു വെച്ച സവാളയൊന്ന് ഫ്രൈ ചെയ്യാം. സവാളയൊന്ന് വെന്ത് വന്നാൽ നമുക്ക് ആഡ് ചെയ്ത് വെച്ച തക്കാളി ഇട്ട് കൊടുക്കാം. കട്ട് ചെയ്ത് വെച്ച തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് കട്ട് ചെയ്ത് വെച്ച പച്ചമുളക് ഇട്ട് കൊടുത്ത് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. കോളിഫ്ലവർ ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും കുറച്ച് ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വേവിപ്പിച്ചെടുക്കണം. അത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അടച്ചു വെച്ച് കുറച്ച് സമയം വേവിപ്പിച്ചെടുക്കണം. കോളിഫ്ലവർ ഒന്ന് വെന്ത് വരണം. കോളിഫ്ലവർ ഒന്ന് വെന്ത് വന്ന് അതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം. ഞാൻ കടയിൽ നിന്ന് വാങ്ങിയ പൊടി ഒന്ന് കലക്കി കൊടുക്കരുത്. ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്ത് ഒന്നും കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയുണ്ട്, അത് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കോളിഫ്ലവർ കറി ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി വേവിപ്പിക്കാം. അടച്ച് വെച്ച് വേവിപ്പിക്കുന്നുണ്ട്. വെന്ത് വന്നാൽ അടപ്പ് മാറ്റാം. ഇപ്പോൾ നമ്മുടെ കോളിഫ്ലവർ കറി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഉച്ചക്കത്തെ ചോറിൻ്റെ കൂടെ ഒരു അടിപൊളി കറിയാണ്. ദോശയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ പൊറോട്ടയുടെ കൂടെയൊക്കെ അടിപൊളി കോമ്പിനേഷൻ ആയിരിക്കും. വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു കോളിഫ്ലവർ കൊണ്ട് ഉണ്ടാക്കിയ പറ്റിയ ഒരു കറിയാണിത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ഈ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഈ വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്ക് യു.